അങ്ങനെ ഗെയ്സ് ഇളയ മോളുമായിട്ട് കുമാരകോവിലിൽ വന്നിട്ടുണ്ട്. ഇത് കുമാരകോവിലിൻ്റെ അടുത്തായിട്ടുള്ള കുളമാണ്. ഇവിടെ കുളിച്ചിട്ടാണ് കുമാരകോവിലോട്ട് കയറേണ്ടത്. ഓപ്പോസിറ്റ് അവിടെ മോള് നിൽപ്പുണ്ട്. കണ്ടല്ലോ, ഒത്തിരി ഉണ്ട് ഇങ്ങനെ. ഇവിടെ എല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. കുറേ അപ്പുറത്ത് വലിയ പാറയാണ്. ഒത്തിരി കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരുപാട് നല്ല ഭംഗിയുള്ള, എന്താ പറയുക, കണ്ടാലും കൊതിയില്ലാത്ത നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ചുറ്റിനും. ഒത്തിരി ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ സ്നാനം ചെയ്തിട്ട് നേരെ ആ പടിക്കെട്ട് കയറി മുകളിലോട്ട് പോയി അതാ കാണുന്ന ആ വെള്ള കളറിൽ കാണുന്ന ഭാഗമാണ് എന്താ പറയുക, ഭഗവാന്റെ സന്നിധി. അപ്പോൾ അവിടെ പോയി തൊഴുക എന്നതാണ്. ഒത്തിരി ഭംഗിയുള്ള സ്ഥലമാണ് കാണാനും. എന്താ പറയുക, ഒരുപാട് നല്ല കാഴ്ചകളാണ് ഇവിടെ. കുമാരകോവിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാൻ കഴിയും. നല്ല, എന്താ പറയുക, അതൊരു തിരുവനന്തപുരവും തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുമാരകോവിൽ. കുമാരകോവിലിലെ പ്രതിഷ്ഠ എന്നുള്ളത് കുമാരസ്വാമിയായ മുരുകനാണ്. അപ്പോൾ ഒത്തിരി വിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള മാസം അവസാന വെള്ളിയാഴ്ചയാണ് മലയാളികളായ കൂടുതലും പേരും ഇവിടെ തൊഴാൻ വരുന്നത്. ഒത്തിരി ഭംഗിയുള്ളതാണ്. ഇളയ മോള് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു ചേട്ടൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. പുള്ളിക്കാരിയെ ഈ വഴി ഇങ്ങോട്ട് കൊണ്ടുവന്നാലുള്ളൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ പുള്ളി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പുള്ളിയെയും കൂട്ടി ഇനി ക്ഷേത്രത്തിൽ തൊഴുതു വരുന്ന കാഴ്ചകൾ ഞാൻ കാണിക്കാം. ഇന്ന് മൂത്ത മോള് ഇല്ല. മൂത്ത മോള് പുറത്തായതിലാണ് പുള്ളിക്കാർക്ക് വരാൻ കഴിയാത്തത്. പുള്ളി സ്കൂളിലൊക്കെ പോയി. ഇപ്പോൾ ഇളയാളെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ കുമാരകോവിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആമയെ പിടിക്കാനുള്ള സ്ഥലത്തിലാണ്. അപ്പോൾ ആമയൊന്നും കാണാനില്ല, മീനെ മാത്രം കാണുന്നുണ്ട്. അവിടെ അച്ഛൻ നിന്നപ്പോൾ ഞാൻ മീൻ ചാടിപ്പോകുന്നു. നല്ല വെള്ളമാണ്, ചപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ അവിടെ ഒരു അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അപ്പം നമ്മൾ അത് കാണിക്കുകയാണ്. ഇപ്പോൾ ഗണപതിയാണ്. അപ്പം അങ്ങോട്ട് നമുക്ക് പോവാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ കൊച്ചുടിക്കാണ്. വണ്ടിയില്ല, ഞാൻ നടന്ന് തൊട്ടടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. തൊട്ടടുത്തുണ്ട്. ഇതാണ് ഇവിടെ നമുക്ക് പോയാലോ? ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പൂ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തോട്ട് കിടക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ സ്വാമിക്ക് വേണ്ടിയുള്ള ഇത് വാങ്ങിക്കുകയാണ്, തട്ടം. കുറേ തട്ടം. ഹലോ ഗൈസ്, ഇതാണ് ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ
എങ്ങനെയുണ്ട് ദേവു? എവിടെ? ഓ അടിപൊളി. ഇതോ ദേവു ഇതോ വലിയൊരു മയിലിരിപ്പുണ്ട്. വാ നോക്കാം. ഓടിയോ ഓടിയോ ദേവു ഓടിയോ ഓടിയോ ഓടിയോ? എന്താണ് ദേവു? ദേവു എന്താണത്? എന്താണെന്ന് പറ. ആ നിനക്ക് ഭാഗ്യമുണ്ട്. ഇന്ന് അമ്പലത്തിൽ വരുമ്പോൾ മയിലിനെ മുരുകൻ്റെ അടുത്ത് വെച്ച് മയിലിനെ കാണാൻ പറ്റണമെങ്കിൽ അതൊരു ഭാഗ്യമല്ലേ? പതുക്കെ 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 ചിറകല്ലേ. അല്ലല്ല അവളെ ഡീ ചിറക്കി വീഴരുത്. ഇങ്ങോട്ട് പോ. പതുക്കെ പേറ്റ് ഇങ്ങോട്ട് തിരിഞ്ഞില്ലേ? അല്ല അവിടെ കണ്ട കുറച്ചുകൂടി അടുത്തോട്ട് പോ. അതെ ഹായ് മതി. ദേവു തിരിഞ്ഞു കണ്ട. ഇപ്പൊ നല്ല സൈറ്റായി. എടുത്തോ ഇത്ര നല്ല സൈറ്റ് കിട്ടൂലേ? ലക്കാണല്ലോ ദേവു, ഭാഗ്യമാണല്ലോ. മുരുകൻ്റെ അമ്പലത്തിൽ വരുമ്പം മയിലിനെ കാണണമെന്ന് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആണല്ലേ? മയില് വിരിക്കാൻ പറ, വിടർത്തി ആടാൻ പറ, ഉറക്കെ പറ. ഇങ്ങനെ കാണിച്ചുവിടാ, അപ്പോഴും അറിഞ്ഞൂടാ. ഇങ്ങനെ കാണിച്ചുവിടാ. തിരിഞ്ഞ് ചിലപ്പോ മയിൽ വിടർത്തി ആടും. ദേവു പോയി. വാ പതിയെ ഇറങ്ങിയോ വിഴരുത്. ഇറങ്ങി വാ, ശ്രദ്ധിച്ചിറങ്ങി വാ. പാറപ്പുറത്ത് നിന്ന് പതിയെ വാ. അങ്ങനെ ദേവു കുമാരകോവിലിൽ വന്നിട്ട് അവളെ മുന്നിൽ ഒരു ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആണല്ലേ? മയില് വിരിക്കാൻ പറ, വിടർത്തി ആടാൻ പറ, ഉറക്കെ പറ. ഇങ്ങനെ കാണിച്ചുവിടാ, അപ്പോഴും അറിഞ്ഞൂടാ. ഇങ്ങനെ കാണിച്ചുവിടാ. തിരിഞ്ഞ് ചിലപ്പോ മയിൽ വിടർത്തി ആടും. ദേവു പോയി. വാ പതിയെ ഇറങ്ങിയോ വിഴരുത്. ഇറങ്ങി വാ, ശ്രദ്ധിച്ചിറങ്ങി വാ. പാറപ്പുറത്ത് നിന്ന് പതിയെ വാ. അങ്ങനെ ദേവു കുമാരകോവിലിൽ വന്നിട്ട് അവളെ മുന്നിൽ ഒരു വലിയ മയിൽ. എല്ലാവർക്കും കാണാൻ ഭാഗ്യമുണ്ടായി. അതെന്താ വെച്ചാൽ ഒരു വലിയ സന്തോഷമുള്ളൊരു നല്ല കാഴ്ചയായിരുന്നു. പതിയെ നോക്കി ഇറങ്ങി വാ മോളെ. എങ്ങനെയുണ്ടായിരുന്നു ദേവു കണ്ടപ്പം? സൂപ്പറായിരുന്നാ? ആണോ? ഓക്കെ, നടന്നോ? ആണോ? ആ കല്ലിലൊന്നും ചവിട്ടാതെ പോ. സ്വാമിയെ മുരുകാന്ന് വിളിച്ച് പൊക്കോ. അതിലൊന്നും ചവിട്ടിക്കൂടാതെ നമ്മളുള്ളൂ. ചേച്ചി ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നല്ലേ?
അതവിടെ കളഞ്ഞരേ മക്കളെ, അതവിടെ കളഞ്ഞരേ, ഇവിടെ കളഞ്ഞരേ, ഇവിടെ കളഞ്ഞരേ. ആ പോട്ടെ, പൊക്കോ പൊക്കോ, മുന്നോട്ട് പൊക്കോ, നോക്കി വീഴരുതേ. മഴ പെയ്തിട്ട് എല്ലാം നനഞ്ഞു കിടക്കുക. കലശ പൂജ കേട്ടോ. ദേവ് വന്നപ്പോൾ എന്താ വെച്ചാൽ ഒരു ഭാഗ്യമുണ്ട്, ഇന്ന് ഒത്തിരി പൂജകളും കാര്യങ്ങളും നടക്കുന്ന ദിവസമാണ്.